കുറഞ്ഞ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാനാകില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് വൈദ്യുതി വിതരണ കമ്പനികൾ. NTPCയും സ്വകാര്യ കമ്പനികളായ ജിൻഡാൽ പവർ ലിമിറ്റഡ്, ജിൻഡാൽ ഇന്ത്യയും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. തെർമൽ പവർ ലിമിറ്റഡ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉത്തരവിന് പിന്നാലെയാണ് പ്രഖ്യാപനം. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിവരങ്ങൾ ആർക്കെ? സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നിലപാടിലാണ് ഈ സ്വകാര്യ കമ്പനികൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ട്രിബ്യൂണലിന്റെ വിധിയുടെ തുടർച്ച എന്ന രീതിയിലാണ് അവർ നിലപാട് വ്യക്തമാക്കുന്നത്. യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് 3 കമ്പനികളിൽ നിന്ന് 25 വർഷത്തേക്ക് 472 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനായിരുന്നു സംസ്ഥാനം ഒപ്പിട്ട കരാറ്. 2016 ഒപ്പിട്ട കരാർ പ്രകാരം 2016 മുതൽ സംസ്ഥാനം വൈദ്യുതി വാങ്ങി തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടികളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി 2023 മെയ് മുതൽ ഇവരിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിലക്കിയിരുന്നു. ഇത് അംഗീകരിക്കാതെ അവർ ആ സമയത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ വേനൽ സമയത്ത് സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തുടർന്ന് പോവുകയും ചെയ്തു. 2003 വൈദ്യുതി നിയമം 108 വകുപ്പ് പ്രകാരം സർക്കാരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ്. തുടർന്ന് ആ ഉത്തരവ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ഈ ഉത്തരവ് പുനഃസ്ഥാപിച്ച സമയത്ത് പഴയ നിരക്കിൽ മുൻ ഈ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള വൈദ്യുതി ആ കരാർ വീഴ്ച വരുത്തി. അതുകൊണ്ട് ആ നിരക്ക് പ്രകാരം വൈദ്യുതി നൽകാനാകില്ലെന്നായിരുന്നു ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുടെയും ഈ സ്വകാര്യ കമ്പനികളുടെയും നിലപാട്. ഈ നിലപാടിനെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഈ കരാർ റദ്ദാക്കിയപ്പോൾ 1200 കോടി രൂപ അടക്കം മുടക്കി KEB പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു. ഇതടക്കം KEB ചൂണ്ടിക്കാട്ടിയെങ്കിലും ട്രിബ്യൂണൽ അത് അംഗീകരിച്ചില്ല. ഈ NTPCയുടെയും സ്വകാര്യ കമ്പനികളുടെയും നിലപാടിനൊപ്പമാണ് ട്രിബ്യൂണൽ നിന്നത്. ഇതോടുകൂടിയാണ് സംസ്ഥാനം പ്രതിസന്ധിയിലായിരിക്കുന്നത്. തങ്ങൾ ഈ നിലപാടിൽ ഇനി ഏതെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംസ്ഥാനവുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് വ്യക്തമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. കാരണം അടുത്ത ഘട്ടങ്ങളിൽ ഈ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമ്പോൾ പുറത്തു നിന്ന് കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ പവർ കട്ടിലേക്കോ സംസ്ഥാനം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന് ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയാകും മുന്നിലുള്ള മാർഗം. ശരി, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുറഞ്ഞ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാനാകില്ല എന്ന നിലപാടിൽ അതിൽ മാറ്റം വരുത്തില്ല എന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത്.